ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് സ്റ്റാൻഡിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരുവിധം എല്ലാവർക്കും അറിയാം ഗുഡ് സ്റ്റാൻഡിങ് എന്താന്നുള്ളത്. എന്നിരുന്നാൽ പോലും ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ഇപ്പോഴും ഡൗട്ടാണ്. കുറെ പേര് അതിനെ കുറിച്ചിട്ടൊക്കെ കുറെ മെസ്സേജുകൾ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തൊന്ന് അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് വൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാനുമായിട്ടും. അപ്പൊ ഗുഡ് സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന്റെ സമയത്ത് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റല് ഇൻക്ലൂഡിങ് പ്രൈവറ്റിലടക്കം അവർ ഗുഡ് സ്റ്റാൻഡിങ് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എലിജിബിലിറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് വേണം. ഇൻ വൺസ് നിങ്ങളിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ MOH മാറ്റി SHA ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പോൾ MOH കൺവേർട്ട് ചെയ്തിട്ട് SHA ആക്കാനായിട്ട് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് അവിടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ DHA നിങ്ങൾക്ക് ഇപ്പോൾ MOH അല്ലെങ്കിൽ ലൈസൻസ് കൺവേർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് വേണം? ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. വൺസ് എവിടെയെങ്കിലും ജോലി ഗവൺമെന്റിൽ എസ്പെഷ്യലി നമ്മൾ ജോയിൻ ചെയ്യുവാണെങ്കിലും നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അവിടെ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. അപ്പം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഗുഡ് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് യൂഷ്വലി നമ്മളിപ്പോ വൺസ് എവിടെയെങ്കിലും വരാൻ ദുബായിൽ ഇപ്പൊ ഏതെങ്കിലും എമിറേറ്റ്സിൽ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി എല്ലാം അതായത് ഗൈഡ് ലൈനിലൂടെ പോയിട്ട് നമുക്ക് എന്തായാലും ഗുഡ് സ്റ്റാൻഡിങ് എടുക്കണം. അപ്പം ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യയിലും UAE-ലും ഞാൻ രണ്ടെണ്ണമായിട്ട് സ്റ്റെപ്പ് ബൈ പറയാം. അപ്പൊ മുഴുവൻ വീഡിയോസും കാണണം. അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഇന്ത്യൻ കൗൺസിലിംഗ്, അതായത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ പഠിച്ചിറങ്ങിയിട്ടുള്ളതെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏജന്റോ കാര്യങ്ങളോ മുഖേനയായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടത് പ്രത്യേകിച്ച് വേറെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ വേണ്ട. നമ്മൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഡിഗ്രി, രജിസ്റ്റർ ചെയ്ത ഡിഗ്രി സർട്ടിഫിക്കറ്റ് മതി. അത് വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്നിട്ട് എന്ത് ചെയ്യാം? ഗുഡ് സ്റ്റാൻഡിങ് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് നമ്മളൊരു ഹാമും ചെയ്തിട്ടില്ല, നമ്മുടെ ഇതിൽ നമുക്ക് ഒരു ഇഷ്യൂസും കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, നമ്മുടെ ക്യാരക്ടർ ഗുഡാന്നുള്ളതാണ് ആ ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിൽ. നമ്മുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് ആൻഡ് നമ്മുടെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കരിയറിൽ ഒരു ഇഷ്യൂസുകളും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം ഗുഡാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ആ ഗുഡ് സ്റ്റാൻഡിങ്ങിൽ ഉള്ളത്. അപ്പൊ അതിനൊരു 6 month വാലിഡിറ്റി ഉള്ളൂ. വൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് ടു 6 month വാലിഡിറ്റി ഉള്ളൂ. 6 month കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ല. അപ്പൊ നമ്മൾ വീണ്ടും വേറെ എടുക്കണം. അപ്പൊ ഇന്ത്യയിൽ നിന്ന് എടുക്കാനായിട്ട് ഇത്ര ഒരു സംഭവമേ ഉള്ളൂ. എളുപ്പം തന്നെ നമുക്ക് തന്നെ ഓൺലൈനിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് അതായത് 2000 to 5000 ഇന്ത്യൻ മണിയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കയറി കഴിയുമ്പോൾ അതൊരു എന്താ പറയാ, ഒരു 30 to 45 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യാം? അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ട് അവരെ എൻക്വയറി ചെയ്യാം. ഞാനിങ്ങനെ അപ്ലൈ ചെയ്തതാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അത് കൊറിയർ ചെയ്ത് ഡെലിവറി ചെയ്ത് തരികയാണ് ചെയ്യുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇതിപ്പോ നിങ്ങൾ രാജീവ് ഗാന്ധി ആണെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിലും അല്ല ഇന്ത്യൻ ആണെങ്കിലും കേരള ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അതാത് നിങ്ങൾ പഠിച്ചിറങ്ങി അതാത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഗുഡ് സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതിന് ഓരോ ഇപ്പൊ ഡൽഹി ആണെങ്കിലും അതുപോലെ രാജീവ് ഗാന്ധി അതുപോലെ കേരള യൂണിവേഴ്സിറ്റി എല്ലാത്തിലും ഡിഫറെന്റ് സൈറ്റ് ആണ്. സൈറ്റ് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ ഞാൻ സൈറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന സൈറ്റുകൾ ഞാൻ എന്ത് ചെയ്യാം? DM ചെയ്ത് തരാം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാട്ടിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ്, അതായത് ഇന്ത്യയിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് എടുക്കുന്നത്. അപ്പൊ കം ടു ഇവിടെ വരുമ്പോൾ ഇവിടെ എന്തിനാണ് ഗുഡ് സ്റ്റാൻഡിങ്? അപ്പൊ പറഞ്ഞല്ലോ, DHA കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് കയറുവാണെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ ചോദിക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന്റെ സമയത്ത് വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എലിജിബിലിറ്റിയിലേക്ക് മാറ്റാനായിട്ട് ആ സമയത്ത് നമുക്ക് വേണം. വൺസ് നമ്മൾ ലൈസൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് എലിജിബിലിറ്റി റിന്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? ഗുഡ് സ്റ്റാൻഡിങ് വേണം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഗുഡ് സ്റ്റാൻഡിങ് വേണം. അപ്പൊ UAE നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ UAE അറ്റ്ലീസ്റ്റ് ഒരു 3 month വർക്ക് ചെയ്തിട്ടുണ്ടാവണം. എന്നിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? UAE അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കറന്റ് വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? ഗുഡ് സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനും ഡിഫറെന്റ് ഉണ്ട്. അതായത് ഡിഫറെന്റ് എമിറേറ്റ്സിൽ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പൊ DHA ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ആണെങ്കിൽ നമുക്ക് ഷയാൻ പോർട്ടൽ ഓൺ ചെയ്തിട്ട്, ഞാൻ ഓൾറെഡി ഷയാൻ പോർട്ടൽ ഓൺ ചെയ്തിട്ട് ലൈസൻസ് എങ്ങനെയാണ് CPD പോയിന്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലൈസൻസ് റിന്യൂ ചെയ്തതിന് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഞാൻ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ
അതുപോലെ തന്നെ ഷെയർ പോർട്ടൽ ഓൺ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാമെന്നായിരിക്കും കേട്ടോ. അപ്പോൾ DHA ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അണ്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഷെയർ പോർട്ടൽ ഓൺ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗുഡ് സ്റ്റാൻഡിങ് പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷന്റെ ഒരു ഇത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കറന്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കോഴ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടാണ്ട് നിങ്ങൾ ഇരിക്കുകയാണ്, ഇപ്പൊ നിങ്ങളുടെ 6 മന്ത് വാലിഡിറ്റി കഴിഞ്ഞു, അപ്പൊ നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തതിൻ്റെ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, എടുക്കണം. നിങ്ങൾ എവിടെയാണോ പഠിച്ചിറങ്ങി ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ കറന്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മുടെ എമിറേറ്റ്സ് ഐഡിയും കാര്യങ്ങളും പാസ്പോർട്ടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഗുഡ് സ്റ്റാൻഡിങ് കയറി അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതിലിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് കയറി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 1 to 3 വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ എന്തിക്കാൻ പറ്റും, ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്താക്കും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതിന് 500 ദറംസ് ആണ് വരുന്നത്. ഇനിയിപ്പോ അബുദാബിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ടാം ആണ് വരുന്നത്, TAMM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് പോർട്ടല്. അതിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവും, അതിൽ കയറി അപ്ലൈ ചെയ്യാം. അതും സെയിം തന്നെ വരുന്നത്. ഇനി നമ്മൾ MOHലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് മൊഹാബിൽ കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുഡ് സ്റ്റാൻഡിങ് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സൈറ്റോ കാര്യങ്ങളോ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഫോളോ ചെയ്തിട്ട് കമന്റ് ചെയ്താൽ മതി സൈറ്റ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന്റെ അപ്ലൈ ചെയ്യുന്ന സൈറ്റുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു 3, അതായത് DHA, DOH or MOH, ഈച്ച് എമിറേറ്റ്സിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ് ഉള്ളത്. അതിൽ കയറിയിട്ട് നമുക്ക് എളുപ്പം തന്നെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഓൺലൈനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് പേയ്മെന്റും ചെയ്യാൻ വേണ്ടി പറ്റും. വൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 to 3 days UAE നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും, അതുപോലെ തന്നെ അത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും എവിടെയൊക്കെ വേണം എന്നുള്ളതും. അപ്പോൾ 6 മന്ത് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ തന്നെ എലിജിബിലിറ്റി നിങ്ങൾ റിന്യൂ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്കായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡിങ് നമുക്ക് എന്താക്കാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഗുഡ് സ്റ്റാൻഡിങ്ങിന്റെ ക്രൈറ്റീരിയം അപ്ലൈ ചെയ്യേണ്ടതും, അതുപോലെ തന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കമന്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.